പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരനുഭവം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഫിയാത്ത് മിഷൻ്റെ ഒരു എക്സിബിഷൻ നടക്കുകയുണ്ടായി. അതിന് ഞങ്ങളുടെ ഇടവകയിലെ കുട്ടികളെയും കൂട്ടി എക്സിബിഷൻ കാണുന്നതിനായിട്ട് പോയി. അത് പോയ അവസരത്തിൽ അങ്ങോട്ട് ചെല്ലുന്ന ക്യൂവിലൊക്കെ നിൽക്കുന്ന അവസരങ്ങളിലും എക്സിബിഷൻ കാണുന്നതിൻ്റെ ഇടയ്ക്കും അതിനുശേഷവും ഒക്കെ എനിക്ക് ഒത്തിരി ദൈവത്തിന് നന്ദി പറയേണ്ടതായ ഒരു അനുഭവങ്ങൾ ഉണ്ടായി. അതായത് എന്നെ കാണുന്ന എനിക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അവിടെ കുഞ്ഞുങ്ങളെയും കൂട്ടി അവരും വന്ന് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, തലയിൽ കൈവയ്ക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി മക്കൾ വന്നപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുകയായിരുന്നു, അവിടെയൊക്കെ മറ്റു പുരോഹിതരുണ്ടായിരുന്നു. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഈ മക്കൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു? എനിക്കതിന് ഒരു കാര്യം മാത്രമേ ഉത്തരമായിട്ട് പറയാനുള്ളൂ. എൻ്റെ പുണ്യയോഗ്യതയല്ല, മറിച്ച് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അന്ന് ഞാൻ ഈശോയുടെ മുമ്പിൽ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ ആ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി മറ്റുള്ളവർ തിരിച്ചറിയുന്നതാകാം. അവരൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അടുത്തു കൂടുന്നതും അവിടെ കുഞ്ഞുങ്ങളെയും അവരെയും കൈകൂപ്പി തലകുനിച്ച് അവർ നിൽക്കുന്നതുമൊക്കെ. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുവാൻ ഈ സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മുടെയും ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത് നമ്മൾ ആരായിരുന്നാലും ഏതവസ്ഥയിലുള്ളവരായിരുന്നാലും ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം കണ്ടെത്തുമ്പോഴാണ്. അത് എല്ലാവർക്കും ഇടയാകണം, എത്ര തിരക്കുള്ളവരും. അങ്ങനെ നിങ്ങൾക്കിടയാകുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെയും ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിന് അത്ഭുതങ്ങൾ നടക്കും. ദിവ്യകാരുണ്യനാഥൻ വഴി നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മറ്റുള്ള മക്കൾക്ക്, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും നൽകുന്നതിനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത് ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹമാണ്. ദിവ്യകാരുണ്യം വഴി നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാവുക. നമ്മളെന്നാൽ ആഗ്രഹിക്കുക, കാരണം ഈശോ നമ്മളെ സ്നേഹിച്ചു. നമ്മളല്ല ഈശോയെ സ്നേഹിക്കുക, ഈശോയാണ് നമ്മളെ സ്നേഹിക്കുക. ആ സ്നേഹം ദിവ്യകാരുണ്യമായി എന്നും സ്വന്തമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.